ഗുഡ് മോർണിംഗ്, വെരി 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 ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു അവധി ദിനമാണ്. ഞായറാഴ്ചയാണ്, മാർച്ച് 9 കുംഭം 25. അപ്പൊ അവധികളില്ലാത്ത ഒന്നിനേ ഉള്ളൂ, അത് നമ്മുടെ വാർത്തകൾക്കും അപ്പം നമ്മുടെ പരിപാടികൾക്കും അല്ലെ. 24 അവേഴ്സ് ഇങ്ങനെ പ്രേക്ഷകർക്ക് വാർത്തകൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് വളരെ എനർജറ്റിക് ആയ ഒരു പ്രഭാതത്തിലേക്ക് കാലെടുത്ത് വെക്കാം. ഒരുപാട് നല്ല വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ആരംഭിക്കുകയാണ്. പറയാനുണ്ട്, ഇന്നത്തെ ദിവസത്തിന് അമേരിക്കയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നാഷണൽ ഗെറ്റ് ഓവർ ഇറ്റ് ഡേ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും വിദ്വേഷവും പകയും ഒക്കെ നമുക്ക് പലപ്പോഴും വരും. അത് നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ദോഷമാണ്, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങ് മറികടന്നേക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമാണ്. നമ്മള് ഒരു മോശം വിചാരിച്ചാൽ നമ്മുടെ മനസ്സാണ് ചീത്തയാവുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. അപ്പൊ അങ്ങനെയുള്ള ദേഷ്യവും വാശിയും ഒക്കെ കളഞ്ഞുകൊണ്ട് നമുക്ക് നല്ല വാർത്തകളിലേക്ക് കടക്കാം എന്നുള്ള പ്രതീക്ഷയോടെ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ന് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ അറിയോ ക്രിസ്റ്റീന, സാധാരണ നമ്മൾ ഈ അപകടം, കൊലപാതകം അങ്ങനെയുള്ള വാർത്തകളാണ് മിക്കപ്പോഴും തുടങ്ങാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ഒരു രാഷ്ട്രീയ വാർത്തയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ പഴയ ചിന്താധാരയിൽ നിന്ന് കാലികമായ മാറ്റമൊക്കെ വരുത്തണമെന്ന് പറയുമ്പോൾ പാർട്ടിയും മാറാൻ ഒരുങ്ങുന്നുവെന്ന ആ വാർത്തയിലേക്കും അതിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളിലേക്കുമാണ് നമ്മൾ പോകുന്നത്. CPIM സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കും. പുതിയ സംസ്ഥാന സമിതിയെയും സംസ്ഥാന സെക്രട്ടറിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും. 15-ലേറെ പേർ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാകും. നവകേരള രേഖയിന്മേൽ നടന്ന പൊതുചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുകയും ചെയ്യും. ശ്രീജിത്ത് ഒപ്പം തന്നെ തനീഷ് തമ്പി എന്നിവർ ആണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, പുതിയ സംസ്ഥാന സമിതിയെയും സംസ്ഥാന സെക്രട്ടറിയെയും ഇന്ന് തിരഞ്ഞെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണ് സാധ്യത, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇപ്പോൾ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട അജണ്ടകളാണ് സമ്മേളനത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പുതിയ സംസ്ഥാന സമിതിയുടെയും പുതിയ സംസ്ഥാന സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പാണ്. 87-അംഗ സംസ്ഥാന സമിതിയാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. ഈ 87-അംഗ സംസ്ഥാന സമിതിയിലേക്ക് പുതുതായി ആരൊക്കെ വരും എന്നതാണ് ആകാംക്ഷ. 75 വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മൊത്തം ഏതാണ്ട് 15-ലേറെ പേർ ഈ പ്രായത്തിന്റെ പരിഗണനയിലും ഒപ്പം തന്നെ ആരോഗ്യ കാരണങ്ങളിലും പ്രവർത്തന മികവ് വിലയിരുത്തിയും ഒക്കെ തന്നെ അവരെ ഒഴിവാക്കുമെന്ന സൂചനകളുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒഴിവാണ് സംസ്ഥാന സമിതിയിലേക്ക് വരുന്നത്. അതിലേക്ക് പുതുതായി ആരൊക്കെ കടന്നു വരും എന്നതാണ് ഒരു കാര്യം. ഒപ്പം തന്നെ പുതിയ സംസ്ഥാന സമിതി ചേർന്ന് ആദ്യം സെക്രട്ടറിയായി MV ഗോവിന്ദനെ തന്നെ തെരഞ്ഞെടുക്കും. അദ്ദേഹം ആദ്യമായിട്ടാണ് സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി ആകാൻ പോകുന്നത്. കാരണം 2022 ഓഗസ്റ്റ് 28-നാണ് MV ഗോവിന്ദൻ ആദ്യമായി CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റെടുക്കുന്നത്. ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി MV ഗോവിന്ദൻ സെക്രട്ടറി ആവുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫുൾ ടൈം ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ സമ്മേളനം തിരഞ്ഞെടുക്കുന്ന സെക്രട്ടറി ആവുന്നതോടുകൂടി MV ഗോവിന്ദന് ഈ സെക്രട്ടറി പദത്തിൽ ഒരു ഫുൾ ടൈം ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് മുന്നിൽ മറ്റ് വെല്ലുവിളികളില്ല. പാർട്ടിയിൽ ഇപ്പോൾ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും കാലമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചേരിതിരിവുകളോ എതിർപ്പുകളോ പ്രകടമല്ല. എന്നാൽ പുതിയ സംസ്ഥാന സമിതിയിലേക്ക് ജില്ലാ സെക്രട്ടറിമാരിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 5 പേരുണ്ട്. അവർ വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. അതിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ, വയനാട് ജില്ലാ സെക്രട്ടറി K റഫീഖ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ എന്നിവരാണ് പുതുതായി സംസ്ഥാന സമിതിയിലേക്ക് സീറ്റ് ഉറപ്പിച്ച ജില്ലാ സെക്രട്ടറിമാർ. കാരണം അത് ജില്ലാ സെക്രട്ടറിമാരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാക്കുന്നതാണ് CPIMന്റെ കീഴ്വഴക്കം. ശരി, ഇനി തനേഷ് തമ്പി കൂടി ചേരുകയാണ്. തനേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോ ഈ പറയുന്ന സെസ്, യൂസർ ഫീ, സ്വകാര്യ മൂലധന നിക്ഷേപം കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയുള്ള പാർട്ടികളിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒപ്പം തന്നെ ഈ സാമ്പത്തികമായ സഹായങ്ങൾ, ക്ഷേമ പദ്ധതികൾ, അതിലൊക്കെ സമ്പന്നരെയും ദരിദ്രരെയും ഒക്കെ ഒരേപോലെ ഭാഗഭാക്കാക്കണമോ എന്ന ചോദ്യം എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നല്ലോ ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന അടിമുടി മാറ്റത്തിന് തയ്യാറെടുക്കുന്ന ഒരു പാർട്ടി മാർഗരേഖയാണ് നമ്മൾ കണ്ടത്. ആ മാർഗരേഖയിൽ പല പ്രതിനിധികളും സന്തോഷം പ്രകടിപ്പിച്ചു, അനുകൂല നിലപാട് പ്രകടിപ്പിച്ചു എന്ന് MV ഗോവിന്ദൻ മാഷ് ഇന്നലെ പറയുകയുണ്ടായി. ഇന്ന് മുഖ്യമന്ത്രി അതിന് മറുപടി പറയുമ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പൊതു നിലപാട് എന്തായിരിക്കാം?
ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രവിത. നവകേരളത്തെ നയിക്കാൻ പുതുവഴി എന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. ഈ ചർച്ചയിൽ ഈ ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾക്കും അതുപോലെ തന്നെ സംശയങ്ങൾക്കുമൊക്കെയുള്ള മറുപടിയായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി നൽകുക. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അത് തന്നെയാണ്. ഈ രാവിലെ 9 മണിയോടുകൂടി മുഖ്യമന്ത്രിയുടെ മറുപടി ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സമ്മേളനം കടക്കുക. എന്തായാലും ഇന്നലെ നടന്ന ചർച്ചയിൽ ഭൂരിപക്ഷം അംഗങ്ങളും പ്രതിനിധികളും ഈ നവരേഖയെ അനുകൂലിക്കുകയായിരുന്നു. ഇത് നടപ്പിലാക്കുക തന്നെ വേണം, സംസ്ഥാനത്ത് കൂടുതൽ മൂലധനം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. എന്നാൽ ചില വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ചും ഒരു പ്രകടമായ നയംമാറ്റം ഇക്കാര്യത്തിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യൂസർ ഫീയെ എല്ലാ കാലത്തും എതിർത്തിരുന്ന പാർട്ടിയാണ് CPIM. ഒപ്പം തന്നെ സ്വകാര്യ മൂലധനം, അത് പ്രത്യേകിച്ചും പൊതുമേഖലയിൽ സ്വകാര്യ നിക്ഷേപം എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാത്ത പാർട്ടിയാണ് CPIM. പക്ഷെ അവിടെയൊക്കെ ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. പ്രകടമായ നയംമാറ്റം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പല സംശയങ്ങളും പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ഫീസ് പിരിവിൽ വ്യക്തത വേണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോൾ പലതരത്തിൽ പറയുന്നുണ്ട്, ടോൾ പിരിവാണ് നടത്താൻ പോകുന്നത്, അങ്ങനെ പലതരത്തിലുള്ള മാധ്യമ വാർത്തകൾ വരുന്നു. പക്ഷേ അതിൽ കൃത്യമായ ഒരു വ്യക്തത വരണം എന്നുള്ളതാണ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. വ്യക്തത വരുത്തിയ ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ പാടുകയുള്ളൂ. വരുമാനത്തിനനുസരിച്ച് ആളുകളിൽ നിന്ന് ഫീസ് പിരിക്കാനുള്ള നിർദ്ദേശം ആണ് രേഖയിലുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തി കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ ജനരോഷം ഇക്കാര്യങ്ങളിൽ ക്ഷണിച്ചു വരുത്തും എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട് പ്രതിനിധികൾ. മാത്രമല്ല ഈ ധനസമാഹരണത്തിന് ആവശ്യമായ നടപടികൾ, ഇതിൽ നിരവധി നടപടികളാണ് പറഞ്ഞിരിക്കുന്നത്. 20 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതികളാണ് ഈ ഒരു രേഖയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി നടപ്പിലാക്കേണ്ടത് അനിവാര്യതയാണ് എന്ന് പൊതുവിൽ ആളുകളൊക്കെ തന്നെ, ഈ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം എന്നുള്ളത് അതിന്റെ ഒരു കൃത്യത വേണം എന്നുള്ളതാണ് പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. സ്വകാര്യവൽക്കരണം നടപ്പിലാക്കിയാൽ തിരിച്ചടിയാകും എന്ന് പറഞ്ഞ പ്രതിനിധികളുണ്ട്. പാർട്ടി ശത്രുക്കൾ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിക്കും. ബംഗാളിൽ സംഭവിച്ചതിന് സമാനമായ സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയും പൊതുചർച്ചയിൽ പലരും പ്രകടിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ മേധാവിത്വം അത് ഒഴിവാക്കണം, അതിന് ഇടവരുത്തരുത് എന്നുള്ള നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇനി മാറ്റം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും എന്നും ഈ നയരേഖ ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിനുള്ള കൃത്യമായ മറുപടി ഇന്ന് മുഖ്യമന്ത്രി നൽകും. ഒരുപക്ഷെ 3ാം തവണയും അധികാരത്തിലേക്ക് എത്താനുള്ള CPIM-ന് മുന്നിലുള്ള ഒരു തുറുപ്പുചീട്ട് എന്ന നിലയിലാണ് ഈ ഒരു നയരേഖയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നിലയിൽ ഉള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണ, ശരി. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് പാർട്ടി ഇനി പുതിയൊരു മുഖവുമായിട്ടാണ് പാർട്ടി എത്താൻ പോകുന്നത്. ഒരുപാട് പുതിയ ആളുകൾ നേതൃപദവിയിലേക്ക് എത്തുന്നു. അപ്പോൾ ഏത് തരത്തിലാണ് ഈ മാറ്റങ്ങളൊക്കെ പാർട്ടിയെ സ്വാധീനിക്കുക, ഒപ്പം തന്നെ സമൂഹത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റം അത് എങ്ങനെയാണെന്നൊക്കെ നമ്മളെല്ലാവരും ഉറ്റുനോക്കാൻ പോവുകയാണ്. അതെ, മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ആ ചട്ടങ്ങൾ മാറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാൻ പാർട്ടിയും ഒരുങ്ങുകയാണ്. അപ്പോൾ അത് ജനങ്ങളുടെ വികസനത്തിനും ക്ഷേമത്തിനും പാർട്ടി ഇത് പക്ഷേ കുറച്ചും കൂടി നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും എല്ലാം നന്നായി നടക്കട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ ആരോപണം ഉന്നയിക്കരുതെന്ന് PP ദിവ്യയുടെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നതായി മൊഴി. യാത്രയയപ്പ് ചടങ്ങിനെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചപ്പോഴാണ് കളക്ടർ ദിവ്യയോട് ഇക്കാര്യം പറഞ്ഞതെന്നും ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. ADM K നവീൻ ബാബു അഴിമതി നടത്തിയതിനും ഫയൽ വൈകിപ്പിച്ചതിനും തെളിവില്ല. യാത്രയയപ്പ് പരിപാടിയിലേക്ക് PP ദിവ്യയെ ആരും ക്ഷണിച്ചിട്ടില്ല. ADM-ന്റെ മരണകാരണം കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തണം. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. എന്നാൽ റിപ്പോർട്ടിൽ ചില നിർണായക വെളിപ്പെടുത്തൽ കൂടിയുണ്ട്. ഒന്ന്, നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ യാത്രയയപ്പ് ചടങ്ങ് ഉചിതമായ സമയമല്ലെന്ന് കളക്ടർ ദിവ്യയോട് പറഞ്ഞതായാണ് ഒരു വെളിപ്പെടുത്തൽ. കളക്ടറുടെ മൊഴി റിപ്പോർട്ടിൽ ഇങ്ങനെ വിവരിക്കുന്നു. യാത്രയയപ്പ് നടന്ന രാവിലെ മറ്റൊരു പരിപാടിക്കിടെ കണ്ണൂർ കളക്ടറോട് PP ദിവ്യ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചു. അഴിമതിക്ക് തെളിവ് പക്കലില്ല, പക്ഷേ വിഷയം വിടില്ലെന്ന് ദിവ്യ പറഞ്ഞതായി കളക്ടർ പറഞ്ഞു. ഉച്ചയോടെ ദിവ്യ നേരിട്ട് കളക്ടറെ വിളിച്ച് യാത്രയയപ്പ് പരിപാടിക്ക് വരുമെന്ന് പറയുന്നു. അപ്പോഴാണ് നവീൻ ബാബുവിനെതിരായ ആരോപണം പറയാനെങ്കിൽ ഇതല്ല ഉചിത സമയമെന്ന് പറഞ്ഞതായുള്ള കളക്ടറുടെ മൊഴി. യാത്രയയപ്പിന് ശേഷവും വൈകിട്ട് PP ദിവ്യ കളക്ടറെ വിളിച്ചു. നവീൻ ബാബുവിനെതിരെ സർക്കാരിന് പരാതി കിട്ടിയിട്ടുണ്ടെന്നും അടിയന്തര അന്വേഷണം ഉണ്ടാകുമെന്നും ദിവ്യ പറഞ്ഞതായി മൊഴിയുണ്ട്. ദിവ്യയെ ആരും യാത്രയയപ്പിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് കളക്ടറുടെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. 24 തിരുവനന്തപുരം.
അപ്പോൾ അത് അവിചാരിതമല്ല, ആസൂത്രിതമാണ് എന്ന തരത്തിലാണ് ഇന്നലെ ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നത്. കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു, കണ്ണൂർ വിഷനോട് ഫുട്ടേജ് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ജില്ലാ കളക്ടറുടെ അടുത്ത് പി ദിവ്യയുടെ സഹായി പലതവണ ചോദിച്ചിരുന്നു, ഈ മീറ്റിംഗ് തുടങ്ങിയോ, ഇത്തരത്തിലൊരു ആരോപണം അവിടെ ഉന്നയിക്കുന്നത് അനൗചിത്യമാണെന്ന് കളക്ടർ പറഞ്ഞത് കേട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇനി നമ്മൾ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ ആക്റ്റീവാണ്. ഞായറാഴ്ചയായിട്ടും ഒരുപാട് പേര് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. രമാ വിജയൻ, അലി, ബിന്ദു പി നായർ, മെബിൻ, അതുപോലെ തന്നെ USA നിന്ന് നമ്മളെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന സാബു വർഗീസ്, സാബു ശങ്കരത്തിൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നിട്ടും 4 മണിയാവുമ്പോൾ USA ടൈം ഇവിടുത്തെ ടൈം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ എന്നാലും 4 മണിക്ക് എഴുന്നേറ്റ് മോർണിംഗ് വാക്ക് കാണുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. മെൽബിൻ, PCA. അപ്പോൾ ഇന്നലെ നമ്മളുടെ പിങ്ക് മാരത്തണിനെ കുറിച്ചൊരു കമൻറ്റ് പറയുന്നുണ്ട്. കമൻറ്റ് കണ്ടു, പക്ഷേ അത് വായിക്കുന്നതിൽ എനിക്കത്ര വ്യക്തിപരമായ യോജിപ്പില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. മെൽബിൻ, ഷാനിബ്, റിയാസ്, സംഗീത, ജിനേഷ്, നന്മ നിറഞ്ഞ ഒരു സുപ്രഭാതം നേരുന്നു എന്ന് പറയുന്നു സംഗീത. താങ്ക് യു. മധു, സുബൈദ, നമ്മുടെ ചില ബർത്ത്ഡേ വിഷസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ PCR-ഉം ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ ആരൊക്കെയാണ് എന്നുള്ളത്. പിന്നീട് ജയശ്രീ എന്താ ജയശ്രീ പറഞ്ഞത്? ജയൻ നായർ പറയുന്നത് രണ്ടുപേരും കൂടി ഉഡായിപ്പ് കമന്റ് വായനയുമായാണോ വന്നത്, ഇന്ന് കമന്റ് വായിക്കില്ലേ എന്ന രീതിയിൽ. പക്ഷെ നമ്മുടെ രാവിലെ തന്നെ നമ്മുടെ വളരെ വിശാല ഹൃദയനായ പ്രൊഡ്യൂസർ അമൽ നമ്മൾ 1-2 കമന്റ് വായിച്ചോളാൻ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്. സുരേന്ദ്രകുമാർ PM ഗുഡ് മോർണിംഗ് പറയുന്നു. ജയനന്ദനൻ നായർ, അപ്പോൾ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് ഇന്നെന്ന് പറഞ്ഞൊരു ഒരു ഐറോണിക്കലായിട്ടുള്ള കമന്റാണ്. അതും ഈ പറയുന്നത് പോലെ ഒരു ബഹുഭൂരിപക്ഷം നോക്കുമ്പോൾ വായിക്കണോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയം ഉള്ളതുകൊണ്ട് വായിക്കുന്നില്ല. ആന്റണി പുളിക്കൽ, ഷമീം സംദാസ്. അപ്പോൾ നമ്മുടെ അടുത്ത വാർത്തയിലേക്ക് പോകാനുള്ള സമയമായി. പ്രേക്ഷകരുടെ കമന്റുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നേരത്തെ പറയുക, ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് കാർഡ് റെഡിയാക്കാൻ പറ്റില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. നമ്മളിനി വളരെ വിവാദമായ അല്ലെങ്കിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു വാർത്തയുടെ തുടർ വാർത്തയിലേക്കാണ് പോകുന്നത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ തിരികെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെയാണ് തിരികെ ജയിലിലേക്ക് മാറ്റിയത്. 4 പേരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വീണ്ടും വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഈ തെളിവെടുപ്പ് സമയത്തൊക്കെ അതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ കൂടി, എന്തായിരുന്നു ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് എന്ന കാര്യത്തിൽ ചില വെളിപ്പെടുത്തലുകൾ കൂടി പ്രതി നടത്തിയിരുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ തിരികെ കസ്റ്റഡിയിൽ വാങ്ങുമ്പോൾ ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? എന്തായാലും വെഞ്ഞാറമൂട് പോലീസായിരിക്കും ഇനി കസ്റ്റഡിയിൽ അപേക്ഷ നൽകുക. അത് നാളെ ആയിരിക്കും അപേക്ഷ നൽകുക. ഈ അപേക്ഷ നൽകി വെഞ്ഞാറമൂട് പോലീസ് എടുത്ത 4 കേസുകളുണ്ട്. മൊത്തം 4 പേരെ കൊലപ്പെടുത്തിയ കേസും ഒപ്പം തന്നെ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസുമുണ്ട്. ഈ 5 കേസുകളിലുമാണ് പോലീസിന്റെ ഇനി അന്വേഷണം നടക്കാനുള്ളത്, തെളിവെടുപ്പ് നടത്താനുള്ളത്. അത് ഈ പേരുമലയിലെ വീട്ടിലെയും ഉൾപ്പെടെ തന്നെ വീട്ടിലും അതേപോലെ തന്നെ ലത്തീഫും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലുൾപ്പെടെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അക്കാര്യത്തിലും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം സാമ്പത്തിക ബാധ്യത തന്നെയാണ് കൊലപാതകത്തിലേക്ക് എത്തിയത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നലെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിലൊക്കെ പ്രതി വെളിപ്പെടുത്തിയത്. പ്രത്യേകിച്ച് ഈ ബർസാനയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഇതുവരയ്ക്കും പുറത്തു വരാത്ത വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പ്രതി പോലീസിനോട് പറഞ്ഞത്. അതായത് ഫർസാനയോടുള്ള പ്രതികാരം തന്നെ പകയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാരണം ഈ പണം ഒരുപാട് ബാധ്യത ഇവർക്കുണ്ടായിരുന്നു. ഈ അഫ്സാനും ഉണ്ടായിരുന്നു, അഫാന്റെ മാതാവിനും ഉണ്ടായിരുന്നു. ഈ കടം തീർക്കാനായി പലരിൽ നിന്നുമായി വായ്പയൊക്കെ വാങ്ങിയിരുന്നു, പലിശയ്ക്കടക്കം പണം വാങ്ങിയിരുന്നു, ഫർസാനയിൽ നിന്നും മാല വാങ്ങിയിരുന്നു. ഇതൊക്കെ പലരും തിരിച്ചു ചോദിച്ചതാണ് കടം വീട്ടാൻ നിവൃത്തിയില്ലാതെ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു മൊഴിയാണ് ചോദ്യം ചെയ്യലിൽ കഴിഞ്ഞ ദിവസം അഫാൻ പോലീസിനോട് പറഞ്ഞത്. ഇനി മറ്റുള്ളവരുടെ ഈ അമ്മയെ പെട്ടെന്നുണ്ടായ പ്രകോപനം അതെന്താണ് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ വെഞ്ഞാറമൂട് പോലീസാണ് ചോദിച്ചറിയേണ്ടത്. അതിനി കസ്റ്റഡിയിൽ കിട്ടിയ ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ചോദിച്ചറിയേണ്ടത്. അതിനിടയ്ക്ക് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുവേണ്ടി DMOയ്ക്ക് കത്ത് നൽകുന്നതും പരിഗണിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷം പ്രതിയെ തിരികെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. ശരി, ആ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. അത് രാജേഷ് പറയുന്നു, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി പ്രവി. മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ച് മാത്രമേ വായിക്കുന്നുള്ളൂ. അങ്ങനെ ഇല്ല രാജേഷ്, അത് രാജേഷിന് തോന്നുക നമ്മൾ വായിക്കാൻ പറ്റുന്ന കമന്റ്സ് ആണോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേര് നോക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ കമന്റ്സ് ആണ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് വായിക്കാൻ പറ്റുന്ന കമന്റ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വായിക്കും.
ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 18 ആയിട്ടുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലെ നടന്ന 24 ഫ്ലവേഴ്സിന്റെ വിശേഷത്തിലേക്ക് പോകാം അല്ലെ? ക്രിസ്റ്റീന ഓഡിയോ ഇന്നലെ ഓടാൻ പറ്റിയില്ല, നമുക്ക് ലൈവ് നിൽക്കണമല്ലോ, അതിന്റെ വിവരങ്ങളൊക്കെ കൊടുക്കേണ്ടത് കൊണ്ട് ഓടാൻ പറ്റിയില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്നു, ആവേശമായിരുന്നു, വലിയ ആവേശമായിരുന്നു. ചെറിയ കുട്ടികളൊക്കെ വന്ന് അത്രയും കിലോമീറ്റർ 5 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത ചെറിയ കുട്ടികളുണ്ട്. 15 വയസ്സിൽ താഴെയുള്ളവർ വിന്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ അതിശയമായി. കാരണം സ്ത്രീകൾ ആരോഗ്യ സംരക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇത്രയധികം പേരവിടെ ഇന്നലെ എത്തിച്ചേർന്നു, അതും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ ആ വാർത്തയിലേക്ക് പോയാൽ, കൊച്ചിക്ക് ആവേശമായി വനിതാ ദിനത്തോടനുബന്ധിച്ച് 24 ഫ്ലവേഴ്സും സംഘടിപ്പിച്ച പിങ്ക് മിഡ് നൈറ്റ് റൺ. 100 കണക്കിന് വനിതകൾ അണിനിരന്ന മിഡ് നൈറ്റ് റൺ നടൻ ജയസൂര്യ ഫ്ലാഗ് ഓഫ് ചെയ്തു. 15-30 വയസ്സ് കാറ്റഗറിയിൽ പാലക്കാട് സ്വദേശി ജിൻസിയും 30 വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ തൃശൂർ സ്വദേശി രമയും വിജയികളായി. ജില്ലാ കളക്ടർ NSK ഉമേഷ്, KP നമ്പൂതിരീസ് മാനേജിംഗ് ഡയറക്ടർ കെ ഭവദാസൻ, ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമായി. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഇക്കുറി പിങ്ക് മിഡ് നൈറ്റ് റൺ. വൈകിട്ട് 6 മണി മുതൽ കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിയത് പല പ്രായത്തിലുള്ള ആയിരക്കണക്കിന് വനിതകൾ. ഡിജെയും സുംബ ഡാൻസും ഒക്കെയായി കൃത്യം 8:30 വാമപ്പ്. 9 മണിയോടെ ചലച്ചിത്ര താരം ജയസൂര്യ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, KP നമ്പൂതിരീസ് മാനേജിംഗ് ഡയറക്ടർ കെ ഭവദാസൻ, ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ ചേർന്ന് പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് പെൺകരുത്തിന്റെ പ്രാധാന്യവും തുല്യതയും ഉയർത്തി ആയിരക്കണക്കിന് വനിതകൾ കൊച്ചി നഗരഹൃദയത്തിലേക്ക്. നമ്മുടെ പ്രിയങ്കരനായ നടൻ ജയസൂര്യ ഈ പിങ്ക് മിഡ് നൈറ്റ് റൺ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. Yes, so we have officially flagged off the Pink Midnight Run. അഞ്ച് കിലോമീറ്റർ ദൂരം ഹൈക്കോടതി ജംഗ്ഷൻ ചുറ്റി തിരികെ ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ എത്തുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത്. 20 മിനിറ്റ് 17 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് 15 മുതൽ 30 വയസ്സ് കാറ്റഗറിയിൽ പാലക്കാട് സ്വദേശി ജിൻസി 1ാം സ്ഥാനത്തെത്തി. ഇടുക്കി സ്വദേശി ആശ സോമൻ, പറവൂർ സ്വദേശി നിത്യ സിയാർ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്തു. 30 വയസ്സിന് മുകളിലുള്ളവരുടെ കാറ്റഗറിയിൽ തൃശൂർ സ്വദേശി രമ 24 മിനിറ്റ് 09 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് 1ാമതെത്തി. എറണാകുളം സ്വദേശി മിനു വിക്ടറിനാണ് 2ാം സ്ഥാനം. ഫോർട്ട് കൊച്ചി സ്വദേശി ഷെൽമ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്ക് ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R ശ്രീകണ്ഠൻ നായർ, KP നമ്പൂതിരീസ് സെയിൽസ് ഹെഡ് വിശാഖ് നാരായണൻ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിശാഖ് നാരായണൻ receiving a medal. KP നമ്പൂതിരീസ് നൽകുന്ന ഒരു 10,000 worth cash prize. 24 കൊച്ചി. അപ്പോൾ അങ്ങനെയാണ് പിങ്ക് മിഡ് നൈറ്റ് മാരത്തണിന്റെ വിശേഷങ്ങൾ. സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള സ്ത്രീകൾ അവിടെ എത്തിയിരുന്നു ഓടാൻ വേണ്ടി. ഒപ്പം തന്നെ വലിയൊരു സന്ദേശമാണ് 24 അതുകൊണ്ട് നൽകിയത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം, ജാതി മത വർണ്ണ വർഗ സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങളില്ലാതെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുമുള്ള സ്ത്രീകൾ അതിന്റെ ഭാഗമായി എന്നാണ്. അപ്പോൾ ഒരു തുല്യതയുടെ കൂടെ സന്ദേശം നൽകിയെന്നത് നമുക്കൊക്കെ നൽകുന്ന കാര്യമാണ്. സന്തോഷ് സേവകവർ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്, നമ്മുടെ ക്യാമറമാനാണ്. ഈ സന്തോഷം എന്ന വാക്ക് പലതവണയും വരുന്നുണ്ട്. അയ്യോ സന്തോഷം, എന്താ ചിരി, സന്തോഷമായി. അപ്പോൾ പിങ്ക് മിഡ് നൈറ്റ് മാരത്തണിന്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെ ഈ മാരത്തണിന്റെ ഭാഗമാകാൻ ഒരു പ്രത്യേക ആള് കൂടി എത്തി. ഹരിതകർമ്മസേനയുടെ ഭാഗമായ
എത്തി അങ്ങ് സ്റ്റാർ ആകുകയും ചെയ്തു. നമ്മുടെ കണ്ണമ്മ ചേച്ചിയുമായും ആ കുടുംബവുമായും അഭിനന്ദ് നമ്മുടെ റിപ്പോർട്ടറാണ് സംസാരിച്ചു. ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊന്ന് പോവാം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ആവേശോജ്വലമായ പിങ്ക് മിഡ് നൈറ്റ് റൺ ഇവിടെ സമാപിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള മറ്റൊരു അതിഥിയാണ് നമ്മുടെ സ്വന്തം കണ്ണമ്മ ചേച്ചി. കൊച്ചി കോർപ്പറേഷന്റെ ഹരിതകർമ്മ സേന അംഗമാണ്. വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഓടാനെത്തിയത്. ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? സന്തോഷമുണ്ടായി, ഭയങ്കര രസമുണ്ടായി. ആദ്യമായിട്ടാണല്ലേ? ആദ്യമായിട്ടാണ്. എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നല്ല രസമുണ്ടായി. ഇനിയും ഇതുപോലെ വരട്ടെ. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഓടാനുള്ള ഊർജ്ജം എന്താ? നമ്മൾ ഈ പണിയെടുത്ത് അതുകൊണ്ട് ക്ഷീണമില്ലാതെ ഓടി വന്നു. എന്തൊക്കെ പണികളാണ് ദിവസം നിങ്ങൾ ചെയ്യാറ്? ഹരിതകർമ്മ വേസ്റ്റ് എടുക്കും, വണ്ടി തല്ലിക്കൊണ്ട് പോകും. പക്ഷേ കുറേ നേരം നടക്കുമല്ലോ, അതുകൊണ്ട് എത്ര ഓടിയിട്ടും ക്ഷീണം ഉണ്ടായില്ല? ക്ഷീണം ഉണ്ടായില്ല. ഒറ്റ സ്ട്രെസ്സിൽ തന്നെ ഓടിയോ അതോ എവിടെയെങ്കിലും? ഇല്ല, ഒറ്റ ഡ്രസ്സിൽ തന്നെ ഓടി തിരിച്ചു വന്നു. ചേച്ചിയുടെ ഓടാനായിട്ട് ചേച്ചിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, മക്കളും ഒപ്പം തന്നെ അയൽക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് തന്നെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ചേച്ചിയാണോ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്? ചേട്ടനായിരുന്നു ഞങ്ങളോട് ആദ്യം പറഞ്ഞത്. പിന്നെ ചേട്ടൻ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചെയ്ത് നോക്കുന്നു. ഫസ്റ്റ് ഓടുമെന്നൊരു ഇതുണ്ടായിരുന്നു, ബട്ട് കംപ്ലീറ്റ് ആക്കി. നല്ല സന്തോഷമുണ്ട് അതിന്. കൊള്ളായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയില്ല, പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു ഫിനിഷ് ചെയ്തു. എല്ലാവരും അപ്പോൾ ഒരേ നിലയിലാണോ ഓടിയത്? അല്ല, എല്ലാവരും സെപ്പറേറ്റ് ആയിട്ടാണ് ഓടി വന്നത്. ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ സ്പീഡ്? ഫസ്റ്റ് എത്തിയത് പുള്ളിയായിരുന്നു, ചിത്തിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്. ഒരു ഫയർ ബ്രാൻഡ് ആണോ? അല്ല, ഫയർ ബാൻഡ് ആണ്. വീട്ടിൽ മാത്രമല്ല പിങ്ക് മിഡ് നൈറ്റ് റണ്ണിലെ ഫയർ ബ്രാൻഡ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ആവേശമാണ്. ഒരുപാട് അഭിമാനത്തോടു കൂടിയിട്ടാണ് ചേച്ചി ഇവിടുന്ന് പോകുന്നത്. കൊച്ചി ദർബാർ ഗ്രൗണ്ടിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് ചേവർപ്പം YS അഭിനന്ദ് 24. അപ്പോൾ ഒരുപാട് അഭിമാനത്തോടു കൂടി അഭിനന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രേക്ഷകർക്കും ഇഷ്ടമായി. നമ്മുടെ കണ്ണമ്മ ചേച്ചി താരമായി. കണ്ണമ്മ ചേച്ചി ഇപ്പൊ പ്രേക്ഷകരെല്ലാവരും അറിയുകയും ചെയ്തു അല്ലേ? ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മലപ്പുറം താനൂരിൽ നിന്ന് നാട് വിട്ട പെൺകുട്ടികളെ കുടുംബത്തിനൊപ്പം വിടാതെ പോലീസ്. കുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റി. പോലീസും CWCയും കുട്ടികളുടെ മൊഴിയെടുത്തു. സംഭവത്തിൽ അറസ്റ്റിലായ എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. ഈ കുട്ടികളുടെ കാര്യത്തിൽ ഈ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളെ കുറിച്ചും ബന്ധുക്കളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആദ്യം വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് എല്ലാവരും നൽകിയ പിന്തുണയിൽ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കുക, അവരുടെ മനസ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഒന്ന് മായ്ച്ചു കളഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന രീതിയിൽ ആണോ ഇവരെ ഇനിയും കുറച്ചു സമയം കൂടെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വിടാമെന്ന തീരുമാനം? അപ്പം തന്നെ ഈ റഹീം അസ്ലം എന്തെങ്കിലും കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാണോ? ക്രിസ്റ്റീന, നിലവിൽ കൗൺസിലിങ്ങിനൊക്കെ വിധേയമാക്കിയ ശേഷം കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നിലവിൽ CWCയുടെ തീരുമാനം. കുട്ടികളെ നിലവിൽ താനൂർ പോലീസിന്റെ പരിധിയിൽ നിന്നും കുട്ടികളെ നിലവിൽ CWCയുടെ കെയർ ഹോമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മലപ്പുറം സ്നേഹിതയിലേക്കാണ് കുട്ടികളെ മാറ്റിയിരിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ കൗൺസിലിംഗ് നൽകാനാണ് CWCയുടെ തീരുമാനം. പോലീസും CWCയും ഒക്കെ തന്നെ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് CWC എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കുട്ടികളുടെ രഹസ്യ മൊഴി 2 ദിവസത്തിന് ശേഷം മാത്രമേ നൽകുകയുള്ളൂ എന്ന് അല്ലെങ്കിൽ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് CWC തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ചാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് CWC എത്തിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ തന്നെ ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത അക്ബർ റഹീം എന്ന റഹീം അസ്ലമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് നിലവിൽ അല്ലെങ്കിൽ മത്സരത്തിന് ഹാജരാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഹാജരാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കുട്ടികളുടെ മൊഴിയെടുപ്പ് അടക്കം വൈകിയ സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് വൈകിയതിനാലാണ് ഇന്നലെ മത്സരത്തിന് മുമ്പ് ഹാജരാക്കാൻ വൈകിപ്പോയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ, അതോടൊപ്പം തന്നെ ഈ മൊബൈൽ ഫോൺ വഴി പിന്തുടരൽ എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. പോക്സോ വകുപ്പുകൾ കൂടി ഇതിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ഇത്തരം വകുപ്പുകൾ ചുമത്തിയുള്ള പോക്സോ കൂടി വരുമെന്നാണ് പോലീസും അറിയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, സമീർ ബിൻ കരീമാണ് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്, നടക്കുന്നവരുണ്ട്. വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, കമന്റ് ബോക്സിൽ വന്ന് നമ്മളോട് സംസാരിക്കുക, വാർത്തകളുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക.